ഏറ്റവും സ്നേഹമുള്ള സഹോദരി സഹോദരങ്ങളെ, ഞാനിവിടെ നിങ്ങളോട് പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നത് ഏതെങ്കിലും വ്യക്തികളോടോ ഭരണാധികാരികളോടോ സംവിധാനങ്ങളോടോ എതിർപ്പ് പ്രകടിപ്പിച്ചുകൊണ്ടുള്ള ഒരു പ്രബോധനമല്ല, മറിച്ച് ഒരു ജനസമൂഹം അനുഭവിക്കുന്ന നിസ്സഹായത നമ്മുടെ മനുഷ്യരെ അറിയിക്കുവാൻ വേണ്ടിയാണ്. വയനാട് ഇന്ന് എല്ലാ രീതിയിലും ജനങ്ങൾക്ക് സങ്കടങ്ങളും പ്രയാസങ്ങളും ഉണ്ടാകുന്ന ഒരു ഉപപ്രദേശമായി മാറിക്കഴിഞ്ഞു. എല്ലാ ദിവസവും മനുഷ്യര് വേദന കൊണ്ട് അസ്വസ്ഥരാകുന്ന ഒരു സമൂഹത്തിലാണ് ഞാൻ ജീവിക്കുന്നത് എന്ന് തിരിച്ചറിയുകയാണ്. വയനാട്ടിലെ ജനങ്ങൾക്ക് സഞ്ചരിക്കുവാനായിട്ട് രോഗം വന്നാൽ, ആരതുവരികൾ അത്യാഹിതമുണ്ടായാൽ സഞ്ചരിക്കുവാനായിട്ട് റോഡുകളില്ല. രാത്രി കാലങ്ങളിൽ റോഡുകൾ നിരോധിച്ചിരിക്കുമ്പോൾ അറിയാം. വയനാട്ടിലേക്കുള്ള ഏക പ്രവേശന കവാടം എന്ന് പറയുന്നത് നമ്മുടെ തുരങ്കമാണ്. അവിടെ നമുക്കറിയാവുന്ന പോലെ തുരങ്കം ഉണ്ടാകുന്നു എന്ന് കുറേ നാളുകളായിട്ട് പറയുന്നു. പക്ഷേ ചുരത്തിന് ബദലായ തുരങ്കം ഇതുവരെ ഉണ്ടായിട്ടില്ല. ചുരത്തിലൂടെ യാത്ര ചെയ്യുന്ന ഒരു മനുഷ്യൻ 2-3 മണിക്കൂറുകൾ കാത്തു കിടന്നാൽ മാത്രമേ ചുരത്തിൽ നിന്ന് രക്ഷപ്പെടുവാനായിട്ട് സാധ്യമാകും. ഈ അടുത്ത കാലത്തുണ്ടായ വളരെ വേദനാജനകമായ കാര്യം, പുതുശ്ശേരിയിലെ തോമസ് എന്ന് പറയുന്ന സഹോദരൻ, അദ്ദേഹം കടുവയാൽ ആക്രമിക്കപ്പെട്ട് രക്തം വാർന്നാണ് അദ്ദേഹം മരിച്ചത്. മറ്റു രീതിയിലല്ല. കാരണം അദ്ദേഹത്തിനെ ആശുപത്രിയിൽ കൊണ്ടുവരുവാനായിട്ട് ഒരുപാട് താമസിച്ചു. മാനന്തവാടി മെഡിക്കൽ കോളേജ് എന്ന് പറയുന്ന ബോർഡുള്ള ഒരു സ്ഥാപനം, മെഡിക്കൽ കോളേജ് എന്ന പേര് മാത്രമുള്ള സ്ഥാപനത്തില് അത്യാവശ്യത്തിന് ശുശ്രൂഷ കൊടുത്തിരുന്നുവെന്ന് വരികൾ ആ സഹോദരന്റെ ജീവൻ രക്ഷിക്കുവാൻ സാധ്യമാകുമായിരുന്നു. അതുപോലെ തന്നെ അവിടെ വന്ന് ആംബുലൻസ് കിട്ടി മണിക്കൂറുകൾ കഴിഞ്ഞ് അദ്ദേഹം ചുരത്തിലൂടെ പോകുന്നതിന് മുമ്പ് തന്നെ ജീവൻ പോയി എന്നുള്ളതാണ്. അനേക മണിക്കൂറുകളെ രക്തം വാർന്ന ആരോഗ്യമുള്ള ഒരു കുടുംബനാഥൻ മരിക്കുവാനിടയായത് ഏറ്റവും വലിയ മനുഷ്യാവകാശ ലംഘനമാണെന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. അതുകൊണ്ട് വളരെ വിനയത്തോടുകൂടി അധികാരികളോടും ഇക്കാര്യങ്ങളിൽ ശ്രദ്ധ ചെലുത്തുന്നവരോടും പറയാൻ ആഗ്രഹിക്കുന്നത്, വയനാട്ടിലെ ജനങ്ങളെ ഇപ്രകാരം കഷ്ടപ്പെടുത്തുന്നത് ഒരിക്കലും നീതീകരിക്കപ്പെടുവാനായിട്ട് സാധ്യമാകുന്ന കാര്യമല്ല. ഇത് മാത്രമല്ല, ബത്തേരി എന്ന് പറയുന്ന ഇന്ത്യയിലെ ഏറ്റവും ഗ്രീൻ സിറ്റി എന്ന് പറഞ്ഞ ടൗണിലൂടെ രാത്രിയിൽ കാട്ടാന ഇറങ്ങി നടക്കുന്നു എന്ന് പറയുമ്പോൾ ഈ രാജ്യം എവിടെയാണ്, ഈ നാട് എവിടെയാണെന്ന് നമ്മളെ സന്ദേഹിച്ചു പോവുകയാണ്. അതായത് നീലഗിരിയിൽ നിന്ന് 130 കിലോമീറ്റർ ഒരു കാട്ടാന യാത്ര ചെയ്ത് ബത്തേരി ടൗണിലൂടെ 2 മണിക്ക് എത്തിച്ചേർന്നിട്ടും അധികാരികൾ, വനപാലകരെ ഒക്കെ ഇത് അറിഞ്ഞില്ല, അല്ലെങ്കിൽ പ്രതിരോധിക്കുവാൻ സംവിധാനമില്ല എന്ന് പറയുന്നതൊക്കെ നാടിൻ്റെ വലിയ ദുരവസ്ഥയാണ്. നമ്മുടെ രാജ്യം ലോകത്തിലെ 3ാമത്തെ സമ്പന്ന രാജ്യമാണെന്ന് പറയുമ്പോഴും അതിശീഘ്രം വികസിക്കുന്നു എന്ന് പറയുമ്പോഴും ഈ വയനാട്ടിലെ ജനങ്ങൾക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുന്നതിൽ എല്ലാവരും പരാജയപ്പെട്ടു എന്ന് പറയുന്നത് ദുഃഖത്തോടെ പറയുകയാണ്, വേദനയോടെ പറയുകയാണ്. ആരോടും വിദ്വേഷം വെച്ചുകൊണ്ടല്ല പറയുന്നത്. വയനാട്ടിലെ ജനങ്ങൾക്ക് ആവശ്യമുള്ള ഭരണഘടന അനുശാസിക്കുന്നതായിട്ടുള്ള ജീവന്റെയും സത്തിന്റെയും സംരക്ഷണം ഉണ്ടാകണം. അവരുടെ ആരോഗ്യം പരിരക്ഷിക്കുവാനായിട്ട് മെഡിക്കൽ കോളേജുകളും അനുബന്ധ സംവിധാനങ്ങൾ ഉണ്ടാകണം. അവർക്ക് നല്ല വിദ്യാഭ്യാസം ലഭിക്കുവാനായിട്ടുള്ള ക്രമീകരണങ്ങൾ, പ്രത്യേകിച്ച് നമ്മുടെ ആദിവാസി സമൂഹത്തിന് പരിരക്ഷയുണ്ടാകണം. ഇതെല്ലാം വലിയ ബഫർ സോൺ വഴിയായി കർഷകനെ ഒന്നുമില്ലാത്തവരാക്കി തീർക്കുന്ന ബഫർ സോണിന്റെ പരിധി വയനാട്ടിലെ 0 ഡിസ്റ്റൻസിലാക്കി മാറ്റി തീർക്കണം എന്ന് പറയുവാൻ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ ഭരണാധികാരികളുടെയും നല്ല മനുഷ്യരുടെയും അടിയന്തരമായ ശ്രദ്ധ വയനാടിന്റെ സംരക്ഷണത്തിന്, അതിന്റെ വികസനത്തിന്, അവിടെ വസിക്കുന്നതായിട്ടുള്ള ജനങ്ങളുടെ പ്രതിസന്ധികൾ പരിഹരിക്കുന്നതിന് ഉണ്ടാകണമെന്ന് സ്നേഹത്തോടെ അഭ്യർത്ഥിക്കുകയാണ്. ഈ ഒരു അഭ്യർത്ഥന നമുക്കറിയാവുന്ന പോലെ രാഷ്ട്രീയ മത കാര്യങ്ങൾക്കെല്ലാം ഉപരിയായി ഒരു മാനുഷിക പരിഗണനയാണ് ഇവിടെ ലഭിക്കേണ്ടത്. ഇക്കാര്യത്തിൽ എല്ലാവരും ഒന്നിച്ചു ചേർന്ന് വയനാടിന് അടിയന്തരമായിട്ടുള്ള സംരക്ഷണവും വികസന ക്രമീകരണങ്ങളും ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നു. അതിനായിട്ട് അഭ്യർത്ഥിക്കുന്നു. ജയ് ഹിന്ദ്.